യുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി ലഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരുടെ നടുവിൽ ദൈവവചനവുമായി അല്പസമയം നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഇങ്ങനൊരു സാവകാശം റോസ് ഫാമിലിയിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിൽ നിന്ന് ലഭിച്ചത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിലേക്ക് എനിക്ക് വേണ്ട കൈത്താങ്ങൽ നൽകിയ ഇതിന്റെ ചീഫ് അഡ്മിൻ ആയിരിക്കുന്ന കർത്തൃദാസി റോസ്ലിൻ സിസ്റ്ററെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ ഗ്രൂപ്പിൽ അനുദിനം തുടർമാനമായി നടന്നു വരുന്ന ദൈവവചന ശുശ്രൂഷകൾക്കായും വചന ധ്യാനങ്ങൾക്കായി ഒക്കെ ദൈവത്തെ സ്തുതിക്കുക. പ്രത്യേകിച്ച് ഈ ആഴ്ച നമുക്കറിയാം, ലോകമെമ്പാടും വിശിഷ്യ ക്രൈസ്തവ ലോകം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കൊണ്ടാടുന്ന ദിനങ്ങളാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഒടുവിൽ താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഓർക്കുകയും അതിനെ ആചാരങ്ങളായി, അനുഷ്ഠാനങ്ങളായി, കർമ്മങ്ങളായി, ആഘോഷമായി തന്നെ അതിന്റെ ഒടുവിൽ നാളെ ഈസ്റ്ററും കൂടെയാണല്ലോ, വളരെ സന്തോഷകരമായ നിലയിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് സന്തോഷകരമായി ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടെ നമ്മുടെ മുൻപിൽ വരുവാൻ പോകുകയാണ്. നോയമ്പ് ആചരിച്ച് ആ നിലകളിൽ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വിശിഷ്യ കഴിഞ്ഞ ദിവസം യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ വിവിധ നിലകളിൽ ഓർക്കുകയും ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതിന്റെ എല്ലാം പരിസമാപ്തി കുറിക്കുന്ന ഒരു ദിവസം കൂടെയാണല്ലോ നാളെ. വിശിഷ്യ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ലോക ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കറിയാം, അനവധി ആളുകളുടെ ചരിത്രം നമ്മൾ പഠിക്കാറുണ്ട്, വായിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. നമുക്ക് വായിക്കുവാൻ കിട്ടും. ഉന്നതന്മാരായ ആളുകൾ, ശാമ്പ്രാട്ടുകൾ, സമുദായത്തിന്റെ ആധികാരികമായി അതിന്റെ രൂപരേഖകൾ തയ്യാറാക്കിയവർ, എന്തിനേറെ ശാസ്ത്രീയ പടുക്കൾ, എണ്ണി പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി ആളുകളുടെ ചരിത്രങ്ങൾ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിന്റെയും ഒടുവിൽ എല്ലാവരുടെയും ചരിത്രം മരണം കൊണ്ട് അവസാനിക്കുക. മരണം കൊണ്ട് അവസാനിക്കുന്ന ചരിത്രമുള്ളവനാ മനുഷ്യൻ. പക്ഷേ മരണത്തോട് തീരാത്ത ചരിത്രം മാനവ ചരിത്രത്തിന്റെ നടുവിൽ കുറിച്ചുകൊണ്ട് തുറക്കപ്പെട്ട ഒരു കല്ലറ മണ്ണിലെ മാലോഹരുടെ മുൻപിൽ എല്ലാവർക്കും കാണത്തക്ക നിലയിൽ പ്രദാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ ഒരുവനെ ചരിത്രത്തിലുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന്റെ ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനിത്വത്തിന്റെ അടിത്തറ അത് തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു, അവൻ ഈ മണ്ണിൽ ഒതുങ്ങിയില്ല, പിന്നെയോ മണ്ണിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വിണ്ണിലേക്ക് കരേറിപ്പോയ ചരിത്രമുള്ള ക്രിസ്തു. ആ ക്രിസ്തുവിനെ ഓർക്കുന്ന ഈ ദിനങ്ങളിൽ ആ ദൈവശബ്ദം ഒരല്പസമയം നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇംഗർസോൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. നമുക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. അദ്ദേഹം പ്രത്യേകിച്ച് ദൈവമില്ലെന്ന് ഉള്ള ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ വിശ്വസിക്കുന്നയാളായിരുന്നു.
ആ നിലകളിലുള്ള ചിന്തകളൊക്കെ തന്നെ ഭരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഈ കൂടെ ഉപദേശിമാരിങ്ങനെ വഴിയോരത്ത് നിന്ന് പ്രസംഗിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു ജീവിക്കുന്നു, യേശു അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആകപ്പാടെ ഒരു ധർമ്മസങ്കടമുണ്ട്. എവിടെ തിരിഞ്ഞാലും ഈ ഉപദേശിമാരിൽ നിന്ന് പ്രസംഗിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റു. യേശു എല്ലാവരും ജനിച്ച പോലെ അല്ല ജനിച്ചത്, എല്ലാവരും ജീവിച്ച പോലെ അല്ല ജീവിച്ചത്. ഈ ഇംഗർസോൾ എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ സ്നേഹിതനായ ലീവാലസ് എന്ന് പറയുന്ന ആ മനുഷ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, പലസ്തീൻ വരെ പോകണം. അവിടെ ചെന്ന് കർത്താവായ യേശു ജനിച്ച സ്ഥലം സന്ദർശിക്കണം. താൻ സഞ്ചരിച്ച ഇടങ്ങൾ, താൻ കടന്നുപോയ വഴികൾ, താൻ പാർത്ത ഭവനങ്ങൾ, പട്ടണങ്ങൾ എന്ന് വേണ്ട മരിച്ച സ്ഥലം, ആ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന കല്ലറ, ഇതെല്ലാം നീ ഒന്ന് സന്ദർശിക്കണം. സന്ദർശിച്ചിട്ട് അവിടെ നിന്ന് വന്നൊരു പുസ്തകം എഴുതണം. എന്താ എഴുതേണ്ടത്? യേശു ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇങ്ങനെ ഒരു പുസ്തകം നീ എഴുതണമെന്ന് പറഞ്ഞു. ആരോട്? തന്റെ സ്നേഹിതനായ ലീവാലസിനോട് പറഞ്ഞു. അദ്ദേഹം പലസ്തീനിലെത്തി. യേശു ജനിച്ച സ്ഥലമെല്ലാം സന്ദർശിച്ചു. യേശു സഞ്ചരിച്ച ഇടങ്ങൾ, യേശു പാർത്ത പട്ടണങ്ങൾ, യേശു ആ അത്ഭുതം ചെയ്ത ഇടങ്ങൾ, അവസാനം യേശു മരിച്ച സ്ഥലം, യേശു ഉയർത്തെഴുന്നേറ്റ ആ കല്ലറ എല്ലാം സന്ദർശിച്ചു. ആ കല്ലറയ്ക്കരികിലേക്ക് ചെന്ന് താൻ കണ്ട കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തി. ഏതായാലും യേശു ജീവിച്ചിരുന്നിട്ടില്ല, ഉയർത്തിട്ടില്ല, മരിച്ചിട്ടില്ല എന്നൊക്കെ എഴുതാൻ ഇവിടെ വന്നെങ്കിലും അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ബെൻഹർ എന്ന പുസ്തകത്തിന്റെ പേര്. ലീവാലസ് എഴുതിയ പുസ്തകം. അദ്ദേഹം ആ പുസ്തകത്തിന്റെ ഒടുവിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ വിചാരിച്ചിരുന്നതിനേക്കാൾ യേശു ജനിച്ചില്ല, ജീവിച്ചില്ല, അത്ഭുതം ചെയ്തില്ല, മരിച്ചില്ല, ഉയർത്തില്ലെന്നൊക്കെ എഴുതാനാ ഞാൻ തയ്യാറായതെങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോൾ പുക പോലെ ചിന്തിച്ച കാര്യങ്ങൾ അത് പാറ പോലെ ഉറപ്പുള്ളതായിരുന്നു. യേശുവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതുപോലെയല്ല. അവസാനം അദ്ദേഹം എഴുതി, യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു, യേശു ലോകത്തിന്റെ രക്ഷകനാണ്, എന്റെയും രക്ഷകനാണ്. ലീവാലസ് എഴുതിയ ബെൻഹർ എന്ന് പറയുന്ന പുസ്തകം അതിന്റെ ഒടുവിൽ പറഞ്ഞിരിക്കുന്നു, യേശുവിന്റെ ഉയർപ്പ്, യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശു മുഖാന്തരമുള്ള അത്ഭുതങ്ങൾ അത് പുക പോലെ ഉള്ളതല്ല, അത് പാറ പോലെ ഉറപ്പുള്ളതാണ്. യേശുവിനെ കുറിച്ച് എഴുതി അവസാനിപ്പിക്കുന്നത് യേശു എന്റെ രക്ഷകനാണെന്നാണ്. ആ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ലീവാലസിന് മനസ്സിലായി, യേശു കേവലം ഒരു മത നേതാവല്ല, കേവലം ഒരു മനുഷ്യനെ പോലെ ജനിച്ചയാളല്ല, ഒരു സാമ്രാട്ടല്ല, ആമേൻ കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ലോകത്തിന് കൊടുക്കാൻ വന്നയാളല്ല, മറിച്ച് ചരിത്രത്തെ മാറ്റിമറിച്ച ചരിത്ര പുരുഷനാണ് ക്രിസ്തു എന്ന് ലീവാലസ് ബെൻഹർ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്റെ യേശുവിന്റെ ചരിത്രം അത് നമ്മുടെ കൺമുൻപിൽ അവൻ വ്യക്തമായി നമുക്ക് കാണത്തക്ക നിലയിൽ തുറന്നു കിടക്കുന്ന ചരിത്രമാണ്. ആരെയും അത് മാറ്റി നിർത്തിയിട്ടില്ല. അവൻ ആർക്കും സന്ദർശിക്കാം, ആർക്കും കാണാം, ആർക്കും അറിയാം. അവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് ചരിത്രം സാക്ഷിക്കുന്നു. ആ ചരിത്രത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ചരിത്രത്തിൽ നിന്ന് ഒരു ചിന്ത വിശുദ്ധ ബൈബിളിൽ നിന്ന് ഓർപ്പിപ്പാനാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അതിന് ആധാരമായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:19-20. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വാക്യം തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ?
ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം, ഏത് ദിവസമാണെന്നറിയാമോ? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം, ആ ഉയർപ്പിന്റെ ദിവസം. ഒരു കൂട്ടം ആളുകൾ പേടിച്ച് കതകടച്ചിരിക്കുക, ഭയപ്പെട്ടിരിക്കുക. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നമുക്കറിയാം, ശിഷ്യഗണമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബലമൊന്നും അവർക്കില്ല. തണ്ടും തൻ്റെ ഒന്നും അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് അവരുടെ ഗുരുനാഥന, അവരുടെ കർത്താവ. ആ കർത്താവ് അവരെ വിട്ടുപിരിഞ്ഞു, ക്രൂശിൽ മരിച്ചു, കല്ലറയിൽ കൊണ്ടടക്കി. ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാം. പക്ഷെ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഒരു സംഭവം നടന്നു. എന്താ നടന്നെന്നറിയാമോ? സഹോദരിമാര് വളരെ ഒരുക്കത്തോടുകൂടെ കാത്തിരുന്നു. തലേ ദിവസം ഒരുക്കനാളെന്നാ പറയുന്നത്, ശബത്ത് ദിവസമാണ്, അന്നൊരു ജോലിയും ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ പിറ്റേ ദിവസം ഈ 1-ാം നാളിൽ രാവിലെ ഇരുട്ടുള്ളപ്പോൾ ഈ സഹോദരിമാര് കല്ലറയ്ക്കലെത്തി. അപ്പൊ അവരിങ്ങോട്ട് പോരുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമുണ്ട്. അതിങ്ങനെയാ: ആര് കല്ലുരുട്ടി മാറ്റും? കാരണം കർത്താവ് ഉയർക്കാതിരിക്കുവാനുള്ള കല്ല് അവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, റോമൻ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് അടച്ച് അതിനെ മുദ്ര ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാണ്: മഹാപുരോഹിതന്മാരും ആളുകളും എല്ലാം കൂടെ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു, ഈ ചതിയനുണ്ടല്ലോ, ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞു മരിച്ചതിന് ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്നും എഴുന്നേറ്റ് പോകാൻ ഇടയാകരുത്. അങ്ങേര് ജീവിച്ചിരുന്ന കാലത്ത് അത് പറഞ്ഞത് കൊണ്ട് നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം: കല്ലറ അടച്ചുറപ്പാക്കണം, കല്ലുരുട്ടി വെക്കണം, മുദ്ര വെക്കണം. റോമൻ ഇമ്പീരിയൽ അധികാരത്തിന്റെ മുദ്ര കല്ലറയ്ക്കൽ വെച്ചാൽ പിന്നെ കല്ലറ തുറന്ന് പുറത്തു വരാൻ പാടാ. അതും പോരാ, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാവൽ നിൽക്കുന്ന കാവൽ ഭടന്മാർ ഈ 1-ാം ദിവസം കാവൽ നിൽക്കുക. എന്തിനാണെന്നറിയാമോ? കർത്താവ് ഉയർക്കാതിരിക്കാൻ. ഒരു വലിയ സൈന്യ വ്യൂഹം കല്ലറയ്ക്ക് ചുറ്റും നടക്കുക. അവരുടെ കയ്യിൽ മാരക ആയുധങ്ങളുണ്ട്. ഉയർത്തെഴുന്നേക്കാൻ അവര് സമ്മതിക്കുകയില്ല. അവര് പറയുന്നത്, ഈ കള്ളൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞു ഉയർത്തെഴുന്നേക്കുമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ ഇവനെ ഉയർപ്പിക്കയില്ലെന്ന് പറഞ്ഞ് കല്ലറ ചുറ്റും ബന്ദവസാക്കി കല്ലുരുട്ടി വെച്ചു. ആമേൻ. റോമൻ പടയാളികൾ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുക. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ആ പ്രഭാതത്തിൽ പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. സംഭവങ്ങൾ മാറി മറിഞ്ഞേ. ഏതൊക്കെ കാവൽ നിർത്തിയാലും, ഏതൊക്കെ ശക്തികൾ റോന്തു ചുറ്റിയാലും, ഏതൊക്കെ കല്ലുരുട്ടി വെച്ചാലും, ഏതൊക്കെ മുദ്രയടിച്ചുറപ്പിച്ചാലും, പുനരുത്ഥാനത്തിന്റെ ശക്തി കല്ലറയ്ക്കകത്ത് വെളിപ്പെട്ടപ്പോൾ അതിനെ തടയുവാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. പലരും പറയുന്ന ഇതിനെ തടയുമെന്നാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മാർഗമാണെന്ന ഇതിനെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ലോക ചരിത്രത്തിൽ അജയ്യമായി ശക്തിയോടുകൂടെ അടരാടിയ റോമൻ ഭരണകൂടം പോലെ വേറെ ഭരണകൂടമില്ല. ഈ ഭരണകൂടത്തിന്റെ അധികാരത്തിൽ ശക്തിയോടുകൂടെ യേശുവിന്റെ ഉയർപ്പിനെതിരെ പൊരുതിക്കൊണ്ട് ശക്തിയോടെ അതിനെതിരെ അധികാരത്തിന്റെ മുദ്രകുത്തി അവൻ ഉയർക്കയില്ലെന്ന് വാദിച്ച മണ്ഡലങ്ങളെ പൊട്ടിച്ചുകൊണ്ട് എന്റെ കർത്താവ് പുറത്തു വന്നു. ബലഹീനരായ, വളരെ ഭാരമുള്ള ഹൃദയത്തോടെ യേശുവിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ വരുന്ന ചില സഹോദരിമാരെ നിങ്ങൾ കണ്ടില്ലേ? ആ അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് എല്ലാ വാക്യങ്ങളും ഞാൻ എടുത്തു വായിക്കുന്നില്ല. ആ ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ കല്ലറയ്ക്കലെത്തി.
പക്ഷേ അവര് കണ്ട കാഴ്ച കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. അവര് കണ്ട കാഴ്ച അവർക്ക് മുൻപിൽ ഇമ്പീരിയൽ മുദ്ര തകർന്നിരിക്കുന്നു. അവര് കണ്ട കാഴ്ച എന്റെ കർത്താവ് പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കല്ലറയ്ക്കകത്ത് ഒരു തിരിശേഷിപ്പും അവശേഷിപ്പിക്കാതെ ആമേൻ കല്ലറ വിട്ട് പുറത്തു വന്ന് റോമൻ മുദ്രയെ പൊട്ടിച്ച് ജയമെടുത്ത ഒരു യേശുവിനെ ആമേൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തി കാണിക്കുക. സ്തോത്രം, സ്തോത്രം. ജയമെടുത്ത ഒരു യേശുവിനെ, ആമേൻ. യേശു കല്ലറയ്ക്കൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതിന്റെ തെളിവ് എന്തൊക്കെയാണ്? പല തെളിവുകളുണ്ട്. നമുക്കറിയാം, ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുക. തുറക്കപ്പെട്ട കല്ലറ അതൊരു തെളിവാ. അതടഞ്ഞിട്ടില്ല, അടയ്ക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. ആ കല്ലറ തുറന്നു കിടക്കുക. 2, ഇത് കണ്ടവരായ ദൃക്സാക്ഷികൾ, ദൂതന്മാരുടെ സാക്ഷ്യം. വാക്യം വായിക്കാനായിട്ട് അവസരപ്പെടും. മത്തായി സുവിശേഷം 28:6 വായിച്ചാൽ ദൂതന്മാര് പറയുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെന്നിട്ടിരിക്കുന്നു. 3 അപ്പോസ്തലന്മാർക്ക് അവൻ പ്രത്യക്ഷനായി. കേട്ടോ, അപ്പോസ്തലന്മാർക്ക് മത്തായി സുവിശേഷം 28:1, 1 കൊരിന്ത്യർ 15, മർക്കോസ് 16, ലൂക്കോസ് 24 ഈ അധ്യായങ്ങളൊക്കെ വായിച്ചാൽ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിക്കുന്നത് ചുമ്മാ പറയല്ല, ഏതെങ്കിലും വിഡ്ഢിത്തമ്പളമ്പുമല്ല. അപ്പോസ്തലന്മാരുടെ കണ്ണിന്റെ മുൻപിൽ ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അപ്പോസ്തലനായ പൗലൂസ് കണ്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറയാം, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ശൗലിന് മനസ്സിലായി, പൗലൂസിന് മനസ്സിലായി, പുനരുത്ഥാനം ചെയ്ത കർത്താവ്. ആ കർത്താവിനെ പൗലൂസ് കണ്ടു. 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 16:16 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. പോരാ, സ്വന്തം സഹോദരനായി യാക്കോബിന് പ്രത്യക്ഷനായി. വാക്യം എവിടെയാ? 1 കൊരിന്ത്യർ 15:16 ആ വാക്യം. പോരാ, സ്തേഫാനോസ് തന്റെ മരണത്തിങ്കൽ ക്രിസ്തുവിനെ കണ്ടു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു അവസരമുണ്ടായി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലുണ്ട്. താൻ ഏറുകൊണ്ട് വേദന അനുഭവിക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് നോക്കി. ഉയരങ്ങളിൽ ഒരുവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സ്തേഫാനോസ് കണ്ടു. പോരാ, പൗലൂസ് മുഖാമുഖമായി കർത്താവിനെ ദർശിച്ചു. ഇങ്ങനെ നമ്മൾ ചരിത്രം പഠിച്ചാൽ ഉയർത്തെഴുന്നേറ്റ് എവിടെങ്കിലും പോയി എങ്ങനെയെങ്കിലും ഇരുന്നു. ചിലരൊക്കെ പറയുന്ന പോലെ അതിലേ പോയി കാശ്മീരിൽ കൂടെ പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. നോ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ട 7 പ്രത്യക്ഷതകൾ പ്രത്യേകിച്ച് നമുക്കിവിടെ പഠിക്കാനായിട്ട് കഴിയും. അതിലൊരു പ്രത്യക്ഷതയാണ് ഞാൻ വായിച്ചു നിങ്ങളെ കേൾപ്പിച്ചത്. വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ താൻ പ്രത്യക്ഷപ്പെട്ടു. അവർക്കൊരു ഭയം, കാരണം അവരുടെ ഗുരുനാഥൻ അവരുടെ കൂടെ ഇല്ല. കഴിഞ്ഞ ദിവസം അവൻ അനുഭവിച്ച വ്യതകളും വേദനകളും ഒക്കെ അവര് ശ്രദ്ധിച്ചതാ, അറിഞ്ഞതാ, കേട്ടതാ. അടുത്ത് നിൽക്കാൻ അവർക്ക് പലർക്കും കഴിഞ്ഞില്ല. ആ കുരിശിന്റെ അനുഭവം ഉണ്ടായപ്പോൾ പലരും യേശുവിനെ വിട്ട് പിന്മാറി. കേട്ടോ, അരുമ ശിഷ്യന്മാരായിരുന്ന പലരും യേശുവിങ്കിൽ നിന്ന് അകന്നു. ഒരു സത്യം വെളിപ്പെടുത്തട്ടെ, കുരിശിന്റെ അനുഭവം ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈ അവസ്ഥയിലും യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ ആരുണ്ടെന്നുള്ളതാണ് ഇന്ന് രാത്രി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നും സന്തോഷകരമായ പൂമത്തെ അല്ല ക്രിസ്തീയ ജീവിതം. കുരിശിന്റെ അനുഭവമുണ്ട്, വേദനയുടെ അനുഭവമുണ്ട്, നിന്ദകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ കർത്താവിനോട് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു സന്തോഷകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയായിരിക്കാൻ കഴിയുന്നെങ്കിൽ ജീവിതം ധന്യമാണ്. എന്നാൽ അവർക്ക് മനസ്സിലായി, അരുമനാഥൻ
ആ വെള്ളിയാഴ്ച അനുഭവിച്ച വ്യതകൾ കേട്ടോ. ഞാൻ ഒറ്റ വാക്കിലങ്ങ് പറയാം, 33 പ്രവചനങ്ങൾ നിറവേറിയ ദിവസമാണ് ഒരു വെള്ളിയാഴ്ച, ആ ഗുഡ് ഫ്രൈഡേ. 33 പ്രവചനങ്ങൾ. എന്റെ യേശുവിന്റെ പ്രത്യേകതയാണ് ഓരോ ചുവടുവയ്പും ഓരോ പ്രവചനത്തിന്റെ നിറവേറലായിരുന്നു. തിരുവെഴുത്തിൽ അങ്ങനെ സംഭവിച്ചു, തിരുവെഴുത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവെഴുത്ത് നിവൃത്തിയായി. എന്റെ കർത്താവ് പ്രസ്താവിക്കുന്ന പ്രസ്താവനകളും ദൈവ ഭൃത്യന്മാർ, തിരുവെഴുത്തുകൾ എഴുതിയ ഭൃത്യന്മാർ സംഭവങ്ങളെ എടുത്തൂന്നിക്കൊണ്ടവര് പറഞ്ഞു, തിരുവെഴുത്തിൽ അങ്ങനെ നിവൃത്തിയായി. ഓരോ സ്റ്റെപ്പുകളും ഓരോ സംഭവങ്ങളും ഓരോ സംഭവങ്ങളും എടുത്തു പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വെറുതെയല്ല. എല്ലാം മുന്നമേ പ്ലാൻ ചെയ്തതുപോലെ ടൈം ടേബിൾ അനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടതാ. തിരുവെഴുത്തിന്റെ നിവൃത്തിയാ. യേശുവിന്റെ ജനനം തിരുവെഴുത്തും പ്രകാരമാണ്. യേശുവിന്റെ ജീവിതം തിരുവെഴുത്തും പ്രകാരം, യേശുവിന്റെ മരണം തിരുവെഴുത്തും പ്രകാരം, യേശുവിന്റെ ഉയർപ്പ് തിരുവെഴുത്തിനും പ്രകാരം, യേശുവിന്റെ മടങ്ങിവരവ് തിരുവെഴുത്തിനും പ്രകാരം. ഇങ്ങനെ മുന്നമേ പ്ലാൻ ചെയ്ത പദ്ധതിക്കനുസരിച്ച് ചരിത്രമായി മാറിയ ചരിത്ര പുരുഷനാ ക്രിസ്തു. അതുകൊണ്ട് യേശുവിന് സംഭവിച്ചതൊന്നും യാദൃച്ഛികമല്ല. അയ്യോ അങ്ങനെ വന്നു പെട്ടുപോയല്ലോ, നിനക്കത് ഭവിക്കരുതെന്ന് ഒരിക്കൽ പത്രോസ് പറഞ്ഞല്ലോ. കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ സംഭവിക്കണം. കാരണം അത് മുന്നമേ പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവൃത്തിയാ. തന്റെ തിരുസഭ പണിയണമെങ്കിൽ താൻ മരിക്കണം, താൻ ഏൽപ്പിച്ചു കൊടുക്കണം, തന്നെത്താൻ സമർപ്പിക്കണം. ഇതെല്ലാം തിരുവെഴുത്തിന്റെ നിവൃത്തി എന്ന വണ്ണം നടന്നതാ. പക്ഷെ ലോകത്തിനത് മനസ്സിലായില്ല, ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായില്ല, അന്നത്തെ റോമൻ പരീക്ഷകൾക്കത് മനസ്സിലായില്ല, അന്നത്തെ മഹാപുരോഹിതന്മാർക്കത് മനസ്സിലായില്ല, അന്നത്തെ സമൂഹത്തിന് പലർക്കും അത് മനസ്സിലായില്ല. എന്നാൽ അതിന്റെ നടുവിൽ ചിലർക്കൊക്കെ ഇത് തിരിച്ചറിയാൻ കഴിയും. എന്റെ കർത്താവ് കാൽവറിയിൽ ആ വ്യത അനുഭവിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ആ യേശുവിനെ അടിക്കുവാൻ ഓർഡർ കൊടുത്ത ആ പടയാളികളുടെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരു വലിയ പട്ടാളക്കാരൻ. ആ പട്ടാളക്കാരൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ വാക്കുകൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പരിശുദ്ധൻ തന്നെ, അവൻ പരിശുദ്ധനായിരുന്നു. എന്റെ യേശുവിനെ കുറിച്ച് ഒരു വലിയ കണ്ടെത്തൽ ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് താൻ കണ്ടെത്തുകയുണ്ടായി. അനവധി ആളുകൾ യേശുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും അനേകരുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. ആ പരിശുദ്ധനെ കാണുവാൻ, പരിശുദ്ധിയെ കാണുവാൻ, അവൻ പാപികൾക്ക് വേണ്ടി അനുഭവിക്കുന്ന വ്യതകളെ കാണുവാൻ അനേകർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങൾ പറയട്ടെ, തിരുവെഴുത്തിന്റെ നിവൃത്തി എന്ന വണ്ണം മനുഷ്യവർഗത്തിന്റെ പാപവും ശാപവും ഒരുപോലെ വഹിച്ചുകൊണ്ട് ആ ക്രൂശിന്മേൽ കയറി ആ കുരിശിൽ തന്റെ ജീവനെ അർപ്പിച്ചു. ആ കുരിശിൽ വെച്ച് താൻ 7 മൊഴികൾ ഉരുവിടുകയുണ്ടായി. അതെല്ലാം തിരുവെഴുത്തിന്റെ നിവൃത്തി എന്ന വണ്ണം ഒടുവിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്വന്തം തോളിന്മേൽ തലചായ്ച്ച് തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേ, പാറകൾ പിളർന്നു കേട്ടോ. കാരണം യുഗങ്ങളുടെ പാറയാണ് ഈ കാൽവറിയിൽ ഈ വ്യതകളും വേദനകളും അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയിലെ പാറകൾക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല, പാറകൾ പിളർന്നു. എന്തിനേറെ ആമേ, സൂര്യൻ ഇരുണ്ടുപോയി. കാരണം നീതി സൂര്യനാണ് ഈ കഷ്ടം അനുഭവിക്കുന്നത്. നീതി സൂര്യന്റെ മുഖം ഇരുണ്ടുപോയപ്പോൾ ഈ പ്രകൃതിയിലെ സൂര്യൻ കണ്ണടച്ചു. എന്തിനേറെ പറയണ, കല്ലറകൾ തുറന്നു. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, കഷ്ടങ്ങളുടെയും വ്യതകളുടെയും വേദനകളുടെയും ഒരു നീണ്ട നിര എന്റെ കർത്താവ് ദുഃഖ വെള്ളിയാഴ്ച ആ ഗുഡ് ഫ്രൈഡേയിൽ അനുഭവിച്ചെങ്കിൽ ഞങ്ങൾ പറയട്ടെ, അത് അവസാനമായിരുന്നില്ല, അത് കുരിശിന്റെ തകർച്ചയായിരുന്നില്ല, അത് കുരിശിന്റെ വിജയമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് അവൻ കർത്തൃ
ദിവസമായ മൂന്നാം ദിവസം അതിരാവിലെ കുരിശിന്റെ ജയം ആമേൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു വലിയ സമൂഹം പറഞ്ഞു, അവൻ ഇവിടം കൊണ്ട് അവസാനിച്ചു. കുരിശിൽ ജീവനെ അർപ്പിച്ച് കല്ലറയ്ക്കകത്തൊതുങ്ങി. പക്ഷേ എന്റെ കർത്താവ് കല്ലറയ്ക്കകത്തൊതുങ്ങിയില്ല. മഹാത്മാഗാന്ധിയുടെ മരണം കഴിഞ്ഞ് നമുക്കറിയാമല്ലോ, ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച മഹാത്മാഗാന്ധി ഒരു വെള്ളിയാഴ്ചയാണ് മരിച്ചത്. അദ്ദേഹത്തെ രാജ്ഘട്ടിൽ അടക്കം ചെയ്ത ശേഷം ഒരു ഞായറാഴ്ച പ്രഭാതത്തിൽ ഇന്ത്യയുടെ കോകിലമെന്നറിയപ്പെടുന്ന സരോജിനി നായിഡു രാജ്ഘട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞെന്നാണ് ഞാൻ വായിച്ചത്. അല്ലയോ മഹാത്മാവേ, യേശു മരിച്ചതൊരു വെള്ളിയാഴ്ചയാണ്, യേശു ഉയർത്തത് ഒരു ഞായറാഴ്ച പ്രഭാതത്തിലാണ്. അങ്ങ് ഉയർത്തെഴുന്നേറ്റാലും ഇന്ത്യയുടെ കോകിലം എന്ന് പറയുന്ന സരോജിനി നായിഡുവിന്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ വിലയം കൊണ്ടതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. ആ വാക്കുകൾ അന്തരീക്ഷത്തിലൂടെ ലയിച്ചു ചേർന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റു. ചരിത്രത്തിന്റെ നടുവിൽ ഒരു ദുഃഖത്തിന്റെ വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർപ്പിന്റെ ഞായറാഴ്ചയുണ്ടെന്നുള്ളത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ശക്തമായ ഭാഷയിൽ വിളിച്ചു പറയുകയാണ്. എന്നാൽ ഈ ഉയർപ്പിന്റെ ദിനത്തിൽ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ദിവസം യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? കതകടച്ചിരിക്കും. ഭയം അവരെ ബാധിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഉദ്ധാനം ചെയ്ത കർത്താവ് നിന്നെ ഭയത്തിൽ നിന്ന് വിടുവിക്കാൻ ശക്തനാണ്. അനവധി പ്രതിസന്ധികളിൽ ഭയപ്പെടുന്നവരല്ലേ മനുഷ്യൻ? അതെ, ഇന്നത്തെ കാലം അത് തെളിയിച്ചുകൊണ്ടിരിക്കുക. ലോകം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു വലിയ യുദ്ധത്തിന്റെ കരിനിഴലില്ല നമ്മളെല്ലാം. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇറാനും അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള തമ്മിലുള്ള യുദ്ധത്തിന്റെ വലിയ കെടുതി ഗൾഫ് രാജ്യങ്ങളെയൊക്കെ വളരെ ബാധിച്ചു. നമുക്ക് ഗ്യാസിന്റെ കാര്യത്തിൽ, പെട്രോളിന്റെ കാര്യത്തിൽ, വിലയുടെ കാര്യത്തിലൊക്കെ പല മാറ്റങ്ങൾ വരുവാൻ തുടങ്ങിയ. ഏതായാലും മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ യുദ്ധത്തിന്റെ കെടുതിയിലേക്ക് ലോകം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിളിക്കുന്നവര് പലരും പറയാറുണ്ട്, ഞങ്ങൾ ഉത്കണ്ഠാകുലരാണ്, ഭീതിയുള്ളവരാണ്. മുകളിലൂടെ മിസൈല് ചീറിപ്പാഞ്ഞു പോകുന്നു, സൈറൻ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഫോണിനകത്ത് സൈറൻ മുഴങ്ങുന്നു. പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. ഭയത്തിന്റെ തണലിലാണെന്ന് മനുഷ്യൻ മുഴുവൻ ഭയത്തിന്റെ കീഴിലാണ്. എത്രയോ സംഭവങ്ങളാണ്. ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞെന്ന് മാത്രം. ജീവിതത്തിൽ ഉത്കണ്ഠ വർദ്ധിക്കുന്നു, ഭയം വർദ്ധിക്കുന്നു, മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു, വേദനകൾ വർദ്ധിക്കുന്നു. ആമേൻ. ജീവിതത്തിലെല്ലാം കൊട്ടി അടയ്ക്കപ്പെട്ടതുപോലെ ഇനി ഒരു പ്രതീക്ഷയില്ലാത്ത അനുഭവങ്ങളിലൂടെ മാനവവർഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ വാതിലുകളും അടച്ച് അതിനകത്ത് ഭയവികുലരായിരിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാർ. എന്നാൽ അവരുടെ നടുവിൽ വാതിൽ തുറക്കാതെ ഇറങ്ങി വന്ന കർത്താവ്, ആരും തുറക്കാതെ നിന്റെ അടച്ച മുറിക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. നിന്റെ അടയപ്പെട്ട ഭീതിജനകമായ വിഷയത്തിന്റെ നടുവിൽ ഇന്ന് ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഉദ്ധിതനായ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. നാളത്തെ ഒരു ദിവസം, ഇന്ന് രാത്രി യേശുവിന്റെ പുനരുത്ഥാനം കാത്തിരിക്കണ്ട. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ജീവിക്കുന്നു, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് രാത്രി ചില ഭയാനകമായ ഭീതിജനകമായ അനുഭവത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരുളടഞ്ഞ ചില മണ്ഡലങ്ങളിലേക്ക് എന്റെ കർത്താവ് ഇറങ്ങി വരുന്ന രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുകയാണ്. നിരാശയോടുകൂടെ ഇനി എങ്ങനെ ജീവിതത്തിന്റെ മേഖലകളിൽ മുന്നേറും? പ്രതീക്ഷിച്ചിരുന്ന പലതും അപ്രതീക്ഷമായി സംഭവിച്ച ചില സംഭവങ്ങളുടെ മുൻപിൽ ഭീതിജനകമായി തീർന്നു, ഭയാനകമായി മാറി, വേദനിപ്പിക്കുന്നതായി തീർന്നു. അങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ രോഗം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല.
ആ കൂട്ടുകാര് കൈ പിടിയുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ പണം ലഭിക്കാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആ വഴി തുറക്കാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പല പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. എല്ലാ സാഹചര്യങ്ങളും ജീവിതത്തിന് നേരെ കൊട്ടിയടയ്ക്കപ്പെട്ടു. എന്നാൽ ഞാൻ പറയട്ടെ, അതിന്റെ നടുവിൽ ഉത്ഥിതനായ പുനരുത്ഥാനം ചെയ്ത കർത്താവ് ഇറങ്ങി വരികയാണ്. ഈ രാത്രി ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ ഈ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരുടെ ശക്തമായി പറയട്ടെ, ഭയാനകമായ ഭീതിജനകമായ സംഘർഷങ്ങൾ നിറഞ്ഞ വേദനിപ്പിക്കുന്ന നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു വഴിയും കാണാതെ അടയ്ക്കപ്പെട്ട ചില മേഖലകളിൽ ഒതുങ്ങിക്കൂടുന്ന നിന്നോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സമീപത്തേക്ക്, നിന്റെ ചാരത്തേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് ഒരു വനിത ഇറങ്ങി വരുന്നു. അത് മറ്റാരുമല്ല, പുനരുത്ഥാനം ചെയ്ത യേശുവാണ്. ആർക്കും ഇറങ്ങി വരാൻ കഴിയാത്തിടത്തേക്ക് അവൻ ഇറങ്ങി വരുന്നവനാണ്. നമുക്കറിയാം, ഈ സ്ത്രീകളെല്ലാം യേശുവിനെ കാണുവാൻ വേണ്ടിയാണ് അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഈ കല്ലറയ്ക്കലെത്തിയത്. സെമിത്തേരി എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്, ഭീതി വരുത്തുന്നത്. സാധാരണക്കാരെല്ലാം പേടിച്ചു പോകുന്ന സ്ഥലമാണ് സെമിത്തേരി. അപ്പൊ ഇരുട്ടുള്ളപ്പോൾ ഈ സഹോദരിമാരെന്തുകൊണ്ട് ഈ സെമിത്തേരി വന്നെന്ന് ചോദിച്ചാൽ, ആ തികഞ്ഞ സ്നേഹമാണ്, യേശുവിനോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണ് അവർ സെമിത്തേരിയമോ ഭയമോ അവിടുത്തെ ആളുകളെ അടക്കുന്നതോ അവിടുത്തെ കല്ലറകളോ ഒന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, യേശുവിനെ കണ്ടേ മതിയാകും. അതിനുള്ള താല്പര്യത്തോടെ അവരെല്ലാം വന്നത്. എന്നാൽ വന്നവര് പലരും പുറകിലേക്ക് പോയി. ചിലർ എന്ന് പത്രോസിനെ വിളിച്ചോണ്ട് വന്നു. നമുക്ക് ചരിത്രം അറിയാം, ഞാൻ വാക്യങ്ങൾ എടുത്ത് വിശദീകരിക്കുന്നില്ല. പത്രോസ് വന്നു, യോഹന്നാൻ വന്നു, ശിഷ്യന്മാര് പലരും വന്നു. അവരെല്ലാം വന്നു, കല്ലറയ്ക്കകത്ത് കടന്നു. നോക്കിയപ്പോൾ യേശുവില്ല. അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി. യേശു ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞല്ലോ. അവരെല്ലാം അത് കണ്ടിട്ട്, കല്ലറ കണ്ടിട്ട് പുറകോട്ട് പോയി. ചിലര് നോക്കിയപ്പോൾ, അകത്ത് കയറി നോക്കിയപ്പോൾ പത്രോസ് എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്, അകത്ത് അവനെ ചുറ്റിയ റൂമാൽ എന്ത് ചെയ്ത് ചുരുട്ടി വെച്ചിരിക്കുന്നു. അത് കണ്ടിട്ട് പുറകോട്ട് പോയി. വേറെ ചിലര് ദൂതന്മാരെ കണ്ടു കേട്ടോ. ഇറങ്ങി വന്നപ്പോ തന്നെ ദൂതൻ പറഞ്ഞു, അവനിവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൂതനെ കണ്ടിട്ട് പുറകോട്ട് പോയി. സ്തോത്രം. എന്നാൽ മഗ്ദലക്കാരത്തി മറിയ എന്ന സ്ത്രീയെ ഇതൊന്നും കണ്ടിട്ട് പുറകോട്ട് പോയില്ല. റൂമാൽ അവൾ കണ്ടു, ദൂതനെ കണ്ടു, കല്ലുരുട്ടി മാറ്റിവെച്ചത് കണ്ടു, എല്ലാം കണ്ടു. പക്ഷെ അവൾക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ അരുമനാഥനെ എനിക്കൊന്ന് കാണണം. ഉത്ഥാനം പ്രാപിച്ച കർത്താവിനെ എനിക്കൊന്ന് കാണണം. ആ വ്യഗ്രതയോടും താല്പര്യത്തോടും കൂടെ അവൾ കുനിഞ്ഞു നോക്കി കല്ലറയിലേക്ക്. അതിനിടയിൽ കരയാൻ തുടങ്ങി. അവൾ പിന്നെയും കുനിഞ്ഞു നോക്കി. എല്ലാവരും വഴിമാറിപ്പോയി. വന്നവരെല്ലാം വീട്ടിൽ തിരികെ പോയി. സംഭവങ്ങൾ മാറി മറിഞ്ഞു. ഇവിടെ ഒന്നും കാണാനില്ല, വെറും കല്ലറ മാത്രം. അവനെ ചുറ്റിയ റൂമാല് പോലും ചുരുട്ടി ഒരിടത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷെ അവൾ പറഞ്ഞു, നാഥ, എനിക്ക് അങ്ങയെ ഒന്ന് കാണണം, എനിക്ക് അങ്ങയെ ഒന്ന് കാണണം. ഞാൻ ഈ പ്രഭാതത്തിൽ ഈ ഇരുട്ടുള്ളപ്പോൾ ഇവിടെ വന്നത് എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകാനല്ല, ഉത്ഥാനം പ്രാപിച്ച യേശുവിനെ എനിക്ക് കാണണം. അങ്ങനെ ഇരിക്കെ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുകയും കരയുകയും നിലവിളിക്കുകയും, യേശുവേ, റബ്ബി എന്ന് വിളിച്ച് അവർ ആ ഹൃദയ നൊമ്പരത്തോടുകൂടെ പ്രാർത്ഥനയോടെ ആ കല്ലറയ്ക്ക് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു ശബ്ദം കേൾക്കാം. അവൾക്ക് മനസ്സിലായി, തോട്ടക്കാരൻ ജോസഫിന്റെ തോട്ടമാണ്, ജോസഫ് ആയിരിക്കുമെന്ന് കരുതി ആ ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു നോക്കി. ഒരാൾ നിൽക്കുന്നു. അവള് പറഞ്ഞു, എന്റെ ഗുരുവിനെ എവിടെ കൊണ്ടുവച്ചു? ഒന്ന് കാണിച്ചു തരാ, ഒന്ന് പറഞ്ഞേ, ഞാൻ അവനെ എടുത്തോണ്ട് പോയിക്കൊള്ളാം. മറിയ പറയാ, എന്റെ ഗുരു എവിടെ? ആ ഗുരുവിനെ എവിടെ കൊണ്ടുവച്ചു? അവൻ എവിടെ പോയി? ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ അവനെ എടുത്തോണ്ട് പോകാം. ഞാൻ ചോദിക്കട്ടെ, 33.5 വയസ്സുള്ള ഒരു യൗവന ശരീരമല്ലേ യേശുവിന്റെ ശരീരം? അതെടുത്തോണ്ട് പോകാൻ തക്കവണ്ണം ഇവൾക്ക് ഇത്രയും ധൈര്യം ഈ പ്രഭാതത്തിൽ കിട്ടിയത് എവിടുന്ന?
ഏതായാലും ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ കേവലം ജോസഫ് അല്ലത്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് മറിയേ എന്ന് വിളിച്ചു. ആ വിളിയുടെ ശബ്ദം കേട്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി, ഇത് ജോസഫ് അല്ല, തോട്ടക്കാരനല്ല, അവളുടെ ഗുരുവാണ്. അവൾ റബ്ബുനീ എന്ന് വിളിച്ചു. ഗുരുവേ എന്ന് വിളിച്ച് ഓടിച്ചെന്നവന്റെ പാദത്തിൽ കെട്ടിപ്പിടിക്കുവാൻ തുടങ്ങുമ്പോൾ എന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ അടുക്ക പോയിട്ടില്ല. ഇവിടെ ആരുടെ അടുക്കലെങ്കിലും പ്രത്യക്ഷമാകണമെങ്കിൽ സ്വർഗം ടൈം ടേബിൾ ഇട്ടത് ഇങ്ങനെയാ, ഉയർത്തെഴുന്നേറ്റ് ഉദ്ധിതനായ ശേഷം ആദ്യം പിതാവിന്റെ അടുക്ക വേണം പ്രത്യക്ഷപ്പെടാൻ. പക്ഷേ കരയുന്ന മറിയയ്ക്ക് വേണ്ടി പ്രോഗ്രാം മാറ്റി സ്വർഗം. കണ്ടിട്ടേ പോകൂ എന്നുള്ള ആ അകത്തലത്തിലെ ആഴമേറിയ ബന്ധവും സമർപ്പണവും. എല്ലാരും പോയെന്നേ. കൂട്ടത്തിൽ നടന്ന പത്രോസ്, യോഹന്നാൻ മാർവിച്ചാടിയതല്ലേ. സ്തോത്രം. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, തികഞ്ഞ സ്നേഹം യേശുവിനോട് എത്ര പേർക്കുണ്ട്? നമ്മളെല്ലാം പല കാര്യത്തിലും ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവരാ. പക്ഷെ ഒരു ചോദ്യം, എന്റെ യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ്, അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം അവരെ ആദ്യമായി കാണുവാൻ ഭാഗ്യം ലഭിച്ചതൊരു മഗ്ദലക്കാരത്തി മറിയയ്ക്കാം. സ്വർഗത്തിന്റെ പ്രോഗ്രാം എല്ലാം മാറ്റിവെച്ച് കരയുന്ന ഒരു സഹോദരിയുടെ മുമ്പിൽ എന്റെ കർത്താവ് വെളിപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ കരച്ചിലൊന്നും വൃഥാവാകുകയല്ല. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, കരയുന്ന, കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ സ്നേഹം അകത്തലത്തിൽ അവൻ വിങ്ങൽ വരുത്തുന്ന, ദൈവസ്നേഹവും ദൈവകൃപയും വ്യാപരിക്കുന്ന ചിലരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നിനക്ക് വേണ്ടി കർത്താവ് ഇടപെടുന്ന ദിവസങ്ങൾ വരാൻ പോകുക. അവൻ ഇറങ്ങി വരുന്ന ദിവസങ്ങൾ വരാൻ പോകുക. പലരും വഴിമാറിപ്പോയ സ്ഥാനത്ത് കേട്ടോ, നിന്റെ തീരുമാനവും സമർപ്പണവും സ്വർഗം മാനിച്ച് നിനക്ക് വേണ്ടി ചലിക്കുന്ന ദിവസങ്ങൾ വരാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലല്ലേ, ദൈവത്തോട് ചോദിച്ച ചില വിഷയങ്ങൾ, മറുപടി ഇല്ലാത്ത വിഷയങ്ങൾ, ഇന്നും ജാഗരണത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവേ, ആരെന്റെ വിഷയത്തിന് മറുപടി തരുമെന്ന് ചോദിച്ചുകൊണ്ട് കല്ലറ സമാനമായ പ്രതിസന്ധികളുടെ നടുവിൽ പലരും മാറിപ്പോയ സ്ഥാനത്ത് ഇന്നും പിടിച്ചു നിൽക്കുന്ന ദൈവവൈതലേ, പറയട്ടെ, ഈ ഊഷര മരുഭൂമിയിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോകുക. ഇന്ന് ഞാൻ ഈ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ, പുനരുത്ഥാനത്തിന്റെ ചില ശക്തിയേറിയ അനുഭവങ്ങൾ, ചില വിടുതലിന്റെ ശക്തി, അത്ഭുതത്തിന്റെ ശക്തി, രോഗശാന്തിയുടെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, മറിയുടെ മുൻപിൽ എന്റെ കർത്താവ് പ്രത്യക്ഷനായി. അവളോട് പറഞ്ഞു, നീ ചെന്ന് ശിഷ്യന്മാരോട് പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിരാശരായിരിക്കുന്ന ശിഷ്യന്മാർ, മുറിയടച്ചിരിക്കുന്ന ശിഷ്യന്മാർ, യഹൂദനെ പേടിച്ചിരിക്കുന്നവർ, എന്നാൽ മറുവശത്ത് അവൻ ധൈര്യത്തോടെ കല്ലറയ്ക്കൽ നിന്ന അവന്റെ യേശുവിനെ കാണുവാൻ, അവനെ ഒന്ന് സ്പർശിക്കുവാൻ, അവനെ എനിക്കൊന്ന് കാണണമെന്നുള്ള വെമ്പലോടുകൂടെ നിന്ന് ഒരു സഹോദരിയുടെ മുൻപിൽ എന്റെ കർത്താവ് പ്രത്യക്ഷമായെങ്കിൽ, ആമേൻ, താല്പര്യത്തോടെ സമർപ്പണത്തോടെ ആര് മുൻപോട്ട് വരും? അവരുടെ അടുക്കൽ എന്റെ കർത്താവിന്റെ ചില വിടുതലുകൾ വെളിപ്പെടുന്ന ദിവസങ്ങളായി. ഈ ദിവസങ്ങൾ കേവലം ഒരാചാരമോ ചടങ്ങോ കർമ്മവുമായിട്ട് നമ്മൾ യേശുവിനെ ആമേൻ എല്ലാ വർഷവും ആമേൻ ക്രൂശിക്കുകയും ആമേൻ ഉയർപ്പിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. ആമേൻ, മറിച്ച് എന്റെ കർത്താവ് ഒരിക്കലായി ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു, അവൻ അടക്കം ചെയ്തു, അവൻ ഉയർത്തെഴുന്നേൽക്കുകയുണ്ടായി. ചരിത്രത്തിന്റെ നടുവിൽ ഇന്നും അവൻ നിന്നോട് ഇടപെടുകയാ. ഇന്നും നിനക്ക് വേണ്ടി അവൻ ചലിക്കുകയാ. ഉത്ഥാനം ചെയ്ത കർത്താവ് ഇന്നും അവന്റെ ശബ്ദം നിനക്ക് വേണ്ടി പുറപ്പെടുവിക്കുക. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഇന്നും അവൻ എഴുന്നേറ്റ് അത്ഭുതം ചെയ്യുന്ന യേശുവാണ്. നമുക്കറിയാം, ആസന്നമായ ഒരു തിരഞ്ഞെടുപ്പിനെ വളരെ ശക്തമായി അതിനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. പല പാർട്ടികളുണ്ട്, പല കാൻഡിഡേറ്റ്സ് ഉണ്ട്. പല നിലകളിൽ മൈക്ക് വെച്ച് കെട്ടിയും അല്ലാതെയും വീടുകൾ കയറിയുമൊക്കെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നത് ചെയ്തു തരാം, ഇന്നത് ചെയ്തു തരാം, കാര്യങ്ങളെല്ലാം ഞങ്ങൾ പൊന്നാക്കാമെന്നൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ
ഞാൻ ഇന്ന് പരസ്യോഗത്തിന് പോയി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മൈക്ക് വെച്ച് കെട്ടി ഒരാൾ പ്രസംഗിക്കുന്നു, അതങ്ങനെയാണ് ഇതിങ്ങനെയാണ്, ഞങ്ങളെ കയറ്റിയാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു കളയും, ഇതെല്ലാം ചെയ്തു കളയുമെന്ന് പറയുന്ന ഒത്തിരി പേരെ വഴിയോരത്ത് കാണുന്ന ദിവസങ്ങളാ. പക്ഷെ ഇവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം ദൈവമക്കൾ തിരിച്ചറിയണം. മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാത്തൊരു കാലത്തിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം പറയാം, പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ ഉള്ളതുപോലെ അംഗീകരിച്ചേറ്റെടുക്കുന്ന ഒരു ദൈവമൈതലിനെ അവന്റെ അകത്തലത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ കാര്യം ദിവ്യമായ സമാധാനമാണ്. ലോകത്തിൽ അന്യമായതും ലോകത്തിന് നഷ്ടപ്പെട്ടതും ഇന്നത്തെ ലോകത്തിന് തരാൻ കഴിയാത്തതും ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇന്നത്തെ പ്രത്യയശാസ്ത്രങ്ങൾക്കോ മതങ്ങൾക്കോ ഒന്നും വെച്ചു നീട്ടുവാൻ കഴിയാത്ത ദിവ്യമായ സമാധാനം. ആ സമാധാനം പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഇറങ്ങിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യുദ്ധമാണല്ലോ ഒരു വശത്ത്, പക്ഷെ മറുവശത്ത് സമാധാനം. യുദ്ധത്തിന്റെ കെടുതി നാളെ എവിടൊക്കെ സംഭവിക്കാമെന്ന് ആർക്കറിയാം? നമുക്കറിയാം, ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ഏതാണ്ടൊക്കെ അടുക്കൽ ലോകം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളായ അണുവായുധങ്ങൾ ലോകത്തെ മുഴുവൻ ചുട്ടുകരിക്കുവാൻ, അനവധി പ്രാവശ്യങ്ങൾ ചുട്ടുകരിക്കുവാനുള്ളത് മനുഷ്യന്റെ ആയുധപ്പുരയ്ക്കകത്തുണ്ട്. ഒരിക്കലും ഒരാൾ പ്രസംഗിച്ചതുപോലെ ഗോപാലന്റെ ചായക്കടയ്ക്കകത്തിരിക്കുന്ന ബോണ്ട പോലെ ഒരൊറ്റ ബോണ്ട കൊണ്ടിട്ടാൽ മതി ഇതിനെ മുഴുവൻ നശിപ്പിക്കത്തക്ക നിലയിൽ അണുവായുധങ്ങൾ ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇതെല്ലാം കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നു. ഇതിന്റെ നടുവിൽ സമാധാനം ആർക്കാ ഉള്ളത്? പറയാം, ഇതിന്റെ നടുവിൽ സമാധാനമുണ്ടെങ്കിൽ ഉദ്ധിതനായ യേശുവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന്റെ ഇരുണ്ട മണ്ഡലങ്ങളിൽ യേശു കടന്നു വന്ന യേശുവിന്റെ സാന്നിധ്യവുമായി ചേർന്നിരുന്ന് അവനോട് ഒരുമിച്ച് ജാഗരിക്കുകയും അവനെ അനുഭവിച്ചറിയുകയും അവന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ അവനുമായി കൈകോർക്കുകയും ചെയ്യുന്ന ഒരു ദൈവപൈതലിന് പറയാൻ കഴിയും, ആമേൻ, ആ ദിവ്യമായ സമാധാനം. അതാ ഇന്ന് രാത്രി ഈസ്റ്റർ ദിനത്തോടടുക്കുന്ന അതിനെ കൊണ്ടാടാൻ ഒരുങ്ങുന്ന ലോകത്തോട് പറയട്ടെ, ഉയർത്തെഴുന്നേറ്റ യേശുവിലെ ദിവ്യ സമാധാനം, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള മോചനം, നിത്യജീവന്റെ മാർഗം, തകർന്ന അനുഭവങ്ങളിൽ നിന്നുള്ള ഉദ്ധാരണം, ഇതെല്ലാം എന്റെ യേശുവിലൂടെ നിനക്ക് ലഭ്യമാകുന്നു. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഉദ്ധിതനായ യേശുവിനെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ച് പാപത്തെ വിട്ട് ദൈവത്തിന്റെ മകനായി യേശുവുമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാകും. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഈ മണിക്കൂറുകൾ, യേശു ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ആ ദിവ്യ സമാധാനത്തിന്റെ ഓഹരിക്കാരായി ദൈവശബ്ദം ഏറ്റെടുത്ത് ഉദ്ധിതനായ യേശുവിനെ സ്വീകരിച്ച് പുതിയൊരു ജീവിതം നയിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, ഈ വചനം കേട്ട ഏവരെയും കർത്താവ് രക്ഷിക്കണമേ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ നിത്യജീവനെ, ആ സമാധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പാപകരമായ ദോഷകരമായ തകർച്ചയുള്ള ലോകത്തിൽ ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ ഏവർക്കും അവിടുന്ന് കൃപ ചെയ്യണമേ. ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എങ്കിലും ഒരു പ്രത്യാശ ഞങ്ങൾക്കുള്ളത്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് അടയ്ക്കപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും ആമേൻ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന വാക്കുകൾ ഞങ്ങളുടെ ശ്രവണപടങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ ഓഹരിക്കാരായി ദൈവശബ്ദത്തിന് വേണ്ടി ജീവിതം നയിക്കുവാൻ ഏവർക്കും കൃപ ചെയ്യണമേ. ഈ ശുശ്രൂഷയെ മാനിച്ചതിനായി സ്തോത്രം. ഇത് ശ്രദ്ധിക്കുന്നവരെ വിടുവിച്ചാട്ടെ, ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചാട്ടെ, എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.